ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരവരുടേതായിട്ടുള്ള കോഴ്സുകൾ ലോഞ്ച് ചെയ്ത് റിസോഴ്സസ് നൽകുന്നതിലൂടെ അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇത് എഫോർഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരണമെന്നില്ല. അതേസമയം PSCയിൽ ഇപ്പോൾ അപ്പോയിൻമെന്റ്സിലൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം പേടികൊണ്ടായിരിക്കും പലരും ഇതിന് ഇറങ്ങി തിരിച്ചത് തന്നെ. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇതിനൊക്കെ എഫോർഡ് ചെയ്യാൻ കാശുമില്ല, അപ്പോൾ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ജോലി ഇല്ലാണ്ട് ഇരുന്നു പോവോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിനായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ്, ചില ടിപ്സ്, പിന്നെ പൊതുവായി ഈ പരീക്ഷയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പരീക്ഷയുടെ സിലബസ്, ഇതിൻ്റെ എക്സാം പാറ്റേൺ ഒക്കെ, അതിനുശേഷം ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിനുശേഷം കഴിഞ്ഞ വട്ടം ടോപ്പേഴ്സ് നേടിയിട്ടുള്ള മാർക്ക്, ആ മാർക്ക് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് നമ്മളുടെ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യത്യാസങ്ങളും വരുത്താൻ പറ്റും. അതിനായിട്ട് ഈ സിലബസ് അടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ കഴിഞ്ഞ 3 വട്ടത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീയും, അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റ്, ഇതൊക്കെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഗൂഗിൾ ഡ്രൈവ് ലിങ്കിലായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ പരീക്ഷയിൽ എഴുതാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. 100 മാർക്കിൻ്റെ OMR ഷീറ്റിൽ MCQ ടൈപ്പിലായിട്ട് നിങ്ങൾ എഴുതുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുക. ഇത് ക്വാളിഫൈ ചെയ്തവരുടെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അവിടെ നിന്ന് പിന്നീട് നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ കടമ്പ എന്താണ്? ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ 2022 കട്ട് ഓഫ് 53 മാർക്കായിരുന്നു. അതിനു മുൻപ് ഒരു 59 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. കാരണം 2022 പരീക്ഷ നടത്തുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് പേപ്പറിൽ 50 മാർക്ക് ഇംഗ്ലീഷിനും 40 മാർക്ക് GKക്കും 10 മാർക്ക് നമ്മളുടെ മാത്സിനും ആയിരുന്നു. ഈ 59 മാർക്ക് കട്ട് ഓഫ് ആയിരുന്ന സമയത്ത് എക്സാം പാറ്റേണിൽ 30 മാർക്ക് ഇംഗ്ലീഷിനും 20 മാർക്ക് മാത്സിനും 50 മാർക്ക് GKക്കും ആയിരുന്നു. അപ്പോൾ കട്ട് ഓഫ് മാറുമ്പോൾ ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 2020 59 ആയിരുന്നു കട്ട് ഓഫ്. ആ ഒരു സമയത്ത് 30 മാർക്ക് ഇംഗ്ലീഷിന് ഉണ്ടായിരുന്നുള്ളൂ, 20 മാർക്ക് മാത്സിനായിരുന്നു, 50 മാർക്ക് GKക്കായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. 50 + 40 + 10, അതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് 53 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 53 മാർക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവും, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂവിന് നമുക്ക് പോകാനും കഴിയും. അപ്പോൾ ഈ വട്ടം ഈ ഒരു 53 മാർക്ക് തന്നെ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ മിനിമം ടാർഗറ്റായിട്ട് നമുക്ക് 53 എന്നുള്ളത് വെക്കാം. പക്ഷേ ഇത് നമ്മളുടെ മിനിമം ടാർഗറ്റാണ്. നമ്മളെ മാക്സിമം ടാർഗറ്റും കൂടെ നമ്മൾ അറിയണ്ടേ. നമ്മളെ മാക്സിമം ടാർഗറ്റായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് ടോപ്പറിന് കിട്ടിയ മാർക്കാണ്. ടോപ്പറിന് കിട്ടിയത് 70 മാർക്കാണ് ഒബ്ജക്റ്റീവ് പേപ്പറിൽ. 100 മാർക്കിൽ 70 മാർക്ക് എന്നുള്ളത് മാത്രമാണ് ടോപ്പറിൻ്റെ സ്കോർ. ഇവിടെ ഈ ഒരു 100 മാർക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു 70 മാർക്കിലോട്ട് എങ്ങനെ എത്തിച്ചേരാം, നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളുടെ ആ ഒരു സിലബസിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കാം. ആദ്യം തന്നെ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ 50 മാർക്കാണ്. 50 മാർക്ക് ഉണ്ടെന്നും പറഞ്ഞ് കുറേ പേര് ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ടോട്ടൽ 110 മാർക്ക് ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും കാണിക്കുന്നത്. പക്ഷേ ടോട്ടൽ 110 മാർക്ക് ഇംഗ്ലീഷ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 60 മാർക്കിൻ്റെ ആ ഒരു റൈറ്റിംഗ് സെക്ഷനിൽ ഇംഗ്ലീഷിൻ്റെ അവബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും കുറച്ച് അറിവൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ 110 മാർക്ക് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാം എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് നോക്കുമ്പോൾ 50 മാർക്കിന് വരുന്ന ആ ഒരു ഇംഗ്ലീഷിൽ ഗ്രാമർ പാർട്ടിലൊക്കെ വരുന്നത് യൂഷ്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആൻറ്റോണിംസ്, എറർ കറക്ഷൻ, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ PSCയിലാണെങ്കിലും SSCയിലാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളിനി ന്യൂ ആണെങ്കിലും നിങ്ങൾക്ക് വിവിധ ഫ്രീ റിസോഴ്സസ് വഴി യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾ ഇക്കാര്യങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെയോ ഹിന്ദിക്കാരുടെയോ അല്ലെങ്കിൽ മലയാളികൾ വരെ ഈ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് PSCയിലും SSCയിലും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമുണ്ട്, അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. വൊക്കാബുലറി സെക്ഷൻ വളരെയധികം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വൊക്കാബുലറിയിൽ സ്ട്രോങ് ആയിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷനിൽ കുറേ അധികം മാർക്ക് വൊക്കാബുലറിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പല കോച്ചിങ് ക്ലാസ്സുകളിലും വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് റൂട്ട് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ റൂട്ട് വേർഡ്സ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഈ ഒരു നോർമൻ ലൂയിസ് വേർഡ് പവർ മെയ്ഡ് ഈസി എന്നുള്ള ബുക്ക്. കുറേ അധികം വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഈ ഒരു ബുക്ക് ഇപ്പോഴും എല്ലാവരും ഇപ്പോൾ SSCയിലാണെങ്കിലും IBPSലാണെങ്കിലും വൊക്കാബുലറി ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ്. ഇതിൻ്റെ PDF ഒക്കെ നിങ്ങൾ നെറ്റിലോ ടെലിഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അപ്പോൾ അത് വെച്ചിട്ട് റൂട്ട് വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം. റൂട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആംബി എന്ന് പറഞ്ഞൊരു വാക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആംബി വാലന്റ്, ആംബി ഡെക്സ്ട്രസ്, അങ്ങനെ പല വിധത്തിലുള്ള വേർഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മീനിങ്ങിലും ചെറിയ കണക്ഷൻസ് ഉണ്ടാവും. ഇതാണ് ഈ റൂട്ട് വേർഡ് വഴി നമ്മൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബുക്ക് ഉപയോഗിക്കുക. ഒന്നുകൂടെ ഞാൻ ആ ബുക്കിൻ്റെ പേര് പറയാം, നോർമൻ ലൂയിസ് വേർഡ് പവർ മെയ്ഡ് ഈസി. ഇത് നിങ്ങൾ പിന്നീട് മറന്നുപോയെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ റിസോഴ്സസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ലീഗൽ വൊക്കാബുലറി. ലീഗൽ ടെർമിനോളജി എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ആപ്പ് ഇനീഷ്യോ, അതുപോലെ ചില ലീഗൽ വേർഡ്സ് ഉണ്ട്. ആ ലീഗൽ വേർഡ്സിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ലീഗൽ വൊക്കാബുലറിയുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ലോ ഗ്രാജുവേറ്റ്സ് ആണ് ആ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. പക്ഷെ നിങ്ങളൊരു ലോ ഗ്രാജുവേറ്റിൽ നിന്ന് പഠിക്കണം തന്നെയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാറ്റ് പോലുള്ള കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ നാഷണൽ ലോ സ്കൂളുകളിലോട്ടൊക്കെ നടത്തുന്ന ടെസ്റ്റാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ലീഗൽ വൊക്കാബുലറി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ടുള്ള റിസോഴ്സസ് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ലീഗൽ ടെർമിനോളജി പഠിച്ചെടുക്കാവുന്നതാണ്. കുറച്ചധികം സമയമുണ്ടല്ലോ. നിങ്ങൾ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ വൊക്കാബുലറി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഏതെങ്കിലും ഒരു ലോ ഗ്രാജുവേറ്റ് തന്നെ നിങ്ങളെ പഠിപ്പിക്കണം എന്നൊന്നുമില്ല. അതിനായിട്ട് ലീഗൽ ടെർമിനോളജിക്കായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പല ഹൈക്കോടതികളും ലീഗൽ ടെർമിനോളജിയൊക്കെ അടങ്ങിയിട്ടുള്ള PDF-കളൊക്കെ നമ്മളുടെ ഇൻ്റർനെറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ സ്ട്രാറ്റജി മനസ്സിലായല്ലോ. ജനറൽ ആയിട്ടുള്ള ഗ്രാമർ PSCക്കും SSCക്കും ഒക്കെ ചോദിക്കുന്ന ആ ഒരു ഗ്രാമർ നിങ്ങൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ PSC SSC മെറ്റീരിയൽസ് യൂട്യൂബിലൊക്കെ ലഭിക്കുന്നതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അതിന് വേറെ കോച്ചിങ് ഒന്നും വേണ്ടല്ലോ. ഉറപ്പായില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് വൊക്കാബുലറി. അതിനായിട്ട് നിങ്ങൾക്ക് നോർമൻ ലൂയിസ് വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന ബുക്ക് നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ വഴിയൊക്കെ PDF ആക്സസ് ചെയ്തും നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ലീഗൽ വൊക്കാബുലറിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ലീഗൽ ടെർമിനോളജി അടങ്ങിയിട്ടുള്ള PDF-കൾ പല ഹൈക്കോടതികൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലീഗൽ ടെർമിനോളജി നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ലോ ഗ്രാജുവേറ്റിനെയും ആവശ്യം ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്കില്ല. ഇത്രയും സെറ്റാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷിൽ 50 മാർക്കിൽ നല്ലൊരു മാർക്ക് നേടാൻ കഴിയില്ലേ? ആ നല്ല മാർക്ക് നേടുന്നതിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മിനിമം ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടില്ലേ 53 മാർക്ക് എന്നുള്ള ആ ഒരു മിനിമം ടാർഗറ്റിന്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുമല്ലേ.
അടുത്തെത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വൊക്കാബുലറി പോലുള്ള കാര്യങ്ങൾ, ലീഗൽ വൊക്കാബുലറി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനോട് വെൽ വേഴ്സ്ഡ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റിവിഷൻസ് ഒക്കെ വഴി അതെന്നും ഓർത്തെടുക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. അതിനുള്ള ടൈമൊക്കെ ഈ പരീക്ഷയ്ക്ക് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് GK ആണ്. 40 മാർക്കിനാണ് GK ചോദിക്കുന്നത്. ഇവിടെ GK ചോദിക്കുമ്പോൾ നമ്മളെ PSCയിലെ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്ന് കുഴപ്പിക്കലൊന്നുമില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കണത്. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയിലൊക്കെ പോലെ അല്ലെങ്കിൽ SSCയിലൊക്കെ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് ചോദിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകെ വളരെ വേഗമായിട്ട് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറന്റ് അഫയേഴ്സ്, ഇത്രയും മാത്രമാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ കറക്റ്റ് എന്ത് പഠിക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. ആ ടെൻഷൻ മാറ്റാനായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല പോലെ നോക്കാവുന്നതാണ്. അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരളയിൽ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ എബൌട്ട് കേരള എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാഗ്ബടാനന്ദനെ കുറിച്ചും പല കാര്യങ്ങളൊക്കെ നമ്മൾ PSCയിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു റാങ്ക് ഫയലിലൊക്കെ കൊടുത്തിട്ടുള്ള കേരളത്തിന്റെ ഫാക്ട്സ് പോലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ നോക്കുമ്പോഴും ഇവിടുത്തെ ഫേമസ് സൈറ്റ്സ്, മേജർ ഡെവലപ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലും ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. അതൊക്കെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു PSC SSC പ്രിപ്പറേഷൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് ഒന്നും കണ്ടെത്താനായിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ തന്നെ ഇന്ത്യൻ പോളിറ്റി വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് പോലുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ലീഗൽ സൈഡിലോട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ജനറൽ സയൻസിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് ടങ്സ്റ്റനെ കുറിച്ച് ചോദിക്കാം, യുറേനിയത്തിനെ കുറിച്ച് ചോദിക്കാം, പീരിയോഡിക് മോഷനെ കുറിച്ച് ചോദിക്കാം, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാം. പക്ഷേ ഇവിടെയൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ജനറൽ സയൻസിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം യുറേനിയം ഒക്കെ ന്യൂക്ലിയർ എനർജിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ നോബൽ പ്രൈസ് കിട്ടുന്ന വിഷയങ്ങളോട് തന്നെ കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് ജനറൽ സയൻസിൽ നിങ്ങൾ പരന്ന ഒരു വായന നടത്തുക. നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് നോക്കണം. എല്ലാം ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ട് നോക്കിയാൽ മതി. അതിന് നിങ്ങൾക്ക് റാങ്ക് ഫയലുകളോ SSCയുടെ ഒക്കെ GK മെറ്റീരിയൽസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിലോട്ട് വരുമ്പോൾ IT ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില മേജർ ഡെവലപ്മെന്റ്സ്, പിന്നെ ഈ സൈബർ ലോസ്, സൈബർ ക്രൈംസ് പോലുള്ള കാര്യങ്ങൾ. കാരണം ലീഗൽ സൈഡിലോട്ട് അതിന് കണക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇതൊരു ലീഗൽ സൈഡിലുള്ള എക്സാം ആണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോൾ സൈബർ ലോസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം പഠിക്കുക. PSCക്ക് ആണെങ്കിലും കുറേ അധികം ചോദ്യങ്ങൾ വരുന്നതാണ് ഈ ഒരു സൈബർ ലോസിന്റെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞ് കറന്റ് അഫയേഴ്സിനായിട്ട് എന്താ ചെയ്യുക? കറന്റ് അഫയേഴ്സിന് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് കിട്ടാനായിട്ട് PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന PSC ബുള്ളറ്റിൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇന്റർനാഷണൽ കറന്റ് അഫയേഴ്സ് ഒക്കെ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ് വാലയുടെയോ മറ്റും SSCക്കൊക്കെ ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപയോഗിച്ച് നിങ്ങൾക്ക് അതും കവർ ചെയ്യാം. അപ്പോൾ ഇത്രയും മാത്രമേ GKയിൽ വരുന്നുള്ളൂ. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ 40 മാർക്സിൽ 40 മാർക്കൊന്നും ഒപ്പിക്കാൻ പറ്റില്ല. ഈ GKയിൽ 40 മാർക്ക് ഒപ്പിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ ഇംഗ്ലീഷിലും അത്യാവശ്യം കിടുമായിരുന്നെങ്കിൽ സുഖമായിട്ട് 100 മാർക്ക് ആയിരുന്നില്ല ടോപ്പറിന്റെ മാർക്ക്. ഇവിടെ 40 മാർക്ക് ഒപ്പിക്കാന്ന് വെച്ചാൽ വളരെ ടഫാണ്. കാരണം പല രീതിയിലാണ് ചോദ്യം വരുന്നത്. കോച്ചിങ് ക്ലാസ്സുകാർ പോലും നിങ്ങളോട് പ്രോമിസ് ചെയ്യില്ല ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GKയിൽ 40 മാർക്ക് അടിക്കാമെന്ന്. അപ്പോൾ GKയിൽ എന്തായാലും നമുക്ക് 40 വാങ്ങിക്കാൻ പറ്റില്ല. ഒരു 20 ആ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് പോകാം. 20യുടെ മുകളിൽ 20 ഒരു മിനിമം റേഞ്ച് ആയിട്ട് നമുക്ക് വെക്കാം. അതിനായിട്ട് നിങ്ങൾ ആകെ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കുറച്ച് റാങ്ക് ഫയലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്കിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാത്രം എടുത്ത് പഠിക്കുക. ഫാക്ട് മാത്രം, വെറും ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കണേ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് ലീഗൽ സൈഡിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെന്റ്സ് ഒക്കെ നോക്കി വെക്കുക. അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾ PSCക്കും SSCക്കും എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതും കൂടെ നോക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ജനറൽ സയൻസിനും
ഇവിടെ ഒരു റാങ്ക് ഫയൽ മോഡല് എല്ലായിടത്തും ഒന്ന് എത്തിച്ചേർന്നൊന്ന് നോക്കി വെക്കുക. ഇൻഫർമേഷൻ ടെക്നോളജിയിലോട്ട് വരുമ്പോൾ സൈബർ ക്രൈംസ്, സൈബർ ലോസ് പോലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ കേരള കറണ്ട് അഫയേഴ്സിനായിട്ട് PSC ബുള്ളറ്റിനും ഇന്ത്യ ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സിനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രീ മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും കോച്ചിങ്ങിന്റെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്യാവശ്യം നല്ലൊരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് 20 മാർക്ക് എന്നുള്ളത് ഒരു മിനിമം മാർക്കായിട്ട് വെക്കാം. അത്രയും നേടിയാൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു മാർക്കിലോട്ട് എത്തും. അത് കഴിഞ്ഞാൽ വരുന്നത് മാത്സ് ആണ്. മാത്സിന് 10 മാർക്കാണ് വരുന്നത്. നിങ്ങൾ PSCക്ക് പഠിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഒരു IBPS മോഡൽ, ഒരു SSC മോഡൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് റിസോഴ്സസ് നെറ്റിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയിട്ട് ആ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങളൊരു 10 മാർക്കും കൂടെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫിന്റെ അടുത്തേക്ക് വളരെയധികം എത്തിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വലിയ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മാത്സിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, 75 മിനിറ്റിലാണ് ഈ ഒരു പരീക്ഷ നടക്കണേ, 100 മാർക്കിന്റെ. അപ്പോൾ അത്രയും പോകുന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കുള്ളൂ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഷോർട്ട് കട്ട് വേണം, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമേ ഷോർട്ട് കട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു വേണ്ട. SSCയുടെ ഒക്കെ മെറ്റീരിയൽസ് നോക്കുമ്പോൾ അത്യാവശ്യം ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പിന്നെ യൂട്യൂബിൽ കയറി തപ്പിയാലും ഇപ്പോൾ SSCക്കൊക്കെ ഇതിൻ്റെ അതേ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവിടെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളുടെ മിനിമം ടാർഗറ്റ് എന്താ? മിനിമം ടാർഗറ്റ് 53 ആണ്. മാക്സിമം ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പറിന്റെ മാർക്കായിട്ടുള്ള 70 ആണ്. അപ്പോൾ 53-ൽ നിന്ന് 70-യിലോട്ട് നിങ്ങൾ മാക്സിമം എത്താനായിട്ട് ശ്രമിക്കുക. അതിനുള്ള എല്ലാ വിധത്തിലുള്ള കേപ്പബിലിറ്റിയും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവിടെ ഇംഗ്ലീഷ് ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ അറിവ് വേണമായിരുന്നെങ്കിൽ BA ഇംഗ്ലീഷോ MA ഇംഗ്ലീഷോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെക്കായിരുന്നല്ലോ. അവർ ഡിഗ്രി മാത്രമല്ല വെച്ചേ. അപ്പോൾ ഒരു ഡിഗ്രി ഹോൾഡറിന് അറിയേണ്ട ഇംഗ്ലീഷ് മാത്രമാണ് ഇവിടെ മാനദണ്ഡമായിട്ട് വരുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പോകുന്നത്. നമ്മൾ ഒബ്ജക്റ്റീവിൽ നമ്മളുടെ മിനിമം ടാർഗറ്റും മാക്സിമം ടാർഗറ്റിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഒബ്ജക്റ്റീവ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ നമ്മളുടെ അടുത്ത പേപ്പർ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന പേപ്പർ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ മാർക്ക് 60 മാർക്കാണ്. 60 മാർക്കിൽ 60 മിനിറ്റിലാണ് ഈ ഒരു പരീക്ഷ നടത്താൻ പോണേ. അപ്പോൾ 60 മാർക്കിൽ 60 മിനിറ്റിൽ ഈ ഒരു പരീക്ഷ നടത്തുമ്പോൾ ഇവിടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഡിസ്ക്രിപ്റ്റീവായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല, ഞാൻ പണ്ടെപ്പോഴോ എന്തൊക്കെയോ എഴുതിയതാണ്, ഇതിന് കോച്ചിങ് തന്നെ വേണം, കോച്ചിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെയുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില പൊടിക്കൈകൾ. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നത്? ഇവിടെ വരുന്നത് പ്രസി റൈറ്റിംഗ് 10 മാർക്കിനാണ് വരുന്നത്. 90 to 100 വേർഡ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നമ്മൾ ഷോർട്ടാക്കി എഴുതണം. ഷോർട്ടാക്കി എഴുതുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഇപ്പോൾ 11th 12th CBSEയിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും ഈ പ്രസി റൈറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അന്ന് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്തിരുന്ന കാര്യമാണ്. കാരണം അന്ന് നമുക്ക് ഇതൊന്നും വലിയ കാര്യമില്ലായിരുന്നു. ഇപ്പോൾ അയ്യോ ജോലി കിട്ടുമോ എന്നുള്ള പേടി വരുമ്പോഴാണ് പ്രസി റൈറ്റിംഗ് പഠിക്കണം, ഇതൊക്കെ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നണം. അപ്പോൾ 10 മാർക്കിന് 90 to 100 വേർഡ്സിൽ നിങ്ങൾ ഷോർട്ടാക്കി എഴുതുമ്പോൾ നിങ്ങൾ ആകെ ഉറപ്പാക്കേണ്ടത് നിങ്ങൾ വലിയ ഫ്ലവറി വേർഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. നമ്മളുടെ ജഗദീഷ് ഇൻ ഗോസ്റ്റ് ഹൗസിൽ എന്ന് പറഞ്ഞ പോലെ വിജലംബിച്ച വാതിൽ എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അർത്ഥം അതുപോലെ കിട്ടുന്ന രീതിയിൽ ഷോർട്ടാക്കി എഴുതി കഴിഞ്ഞാൽ അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? എസ് എ എഴുതാത്തവരൊന്നുമല്ലല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലാണെങ്കിലും ഒക്കെ എഴുതിയിട്ടുള്ളവരാണ്. 15 മാർക്കിന്റെ 2 ചോദ്യമാണ് വരുന്നത് 150 to 200 വേർഡ്സിൽ. ഇപ്പോൾ 150 to 200 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു A4 ഷീറ്റ് ഒക്കെ ആണെങ്കിൽ 2 പേജിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ എഴുതി തീർക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ വേർഡ് ലിമിറ്റ് തീർക്കാനായിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക, ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക.
അങ്ങനെ നിങ്ങളൊരു എസ് എഴുതുക. നിങ്ങളിപ്പോൾ ഇവിടെ എന്താ പറയുക, സാഹിത്യ അക്കാദമിക്ക് അയക്കാൻ പോണ എസ് എഴുതാനൊന്നുമല്ല പറയണേ. ഇവിടെ നിങ്ങൾക്കൊരു എഴുതാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹൈക്കോടതി അസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ സമ്മറി ഒക്കെ എഴുതുമ്പോൾ തന്നെ അവിടെയൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് മാത്രമാണ് ഇവിടെ നോക്കണം. അല്ലാണ്ട് വലിയ ഒരു എഴുത്തുകാരനാണോ നിങ്ങൾ എന്നൊന്നും ഇവിടെ ചെക്ക് ചെയ്യണില്ല. നിങ്ങൾ ഒരു അടിപൊളി എസ്സേ വലിയ വലിയ വാക്കുകളൊക്കെ വെച്ച് എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കൂടുതൽ കിട്ടാൻ പോകണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ 2 എസ്സേ ടൈമിൽ എഴുതി തീർക്കാനാണ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. 15 മാർക്കിൻ്റെ 2 ചോദ്യം, 150 to 200 വേർഡ്സ്. അപ്പോൾ എത്ര പേജ് വരും? A4 ഷീറ്റ് ആണെങ്കിൽ ഒരു 2 പേജ് ആ ഒരു റേഞ്ചിൽ തന്നെ 2-3 പേജിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 150 to 200 വേർഡ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. നിങ്ങൾ അതിന് മുകളിലൊന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ ആ ഒരു എസ്സേ റെഡിയായി. അത് കഴിഞ്ഞാൽ പിന്നെ കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നുമല്ല. നിങ്ങളൊരു 2 to 3 സെൻറ്റൻസിലാണ് ഓരോ ചോദ്യത്തിനും ആൻസർ കൊടുക്കേണ്ടത്. CBSEയിലൊക്കെ എനിക്ക് തോന്നുന്നു 12th ഇംഗ്ലീഷ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. കോംപ്രഹെൻഷൻ ഈ ഒരു രീതിയിൽ തന്നെ എഴുതാനുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു പാസേജ് പെട്ടെന്ന് വായിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇംഗ്ലീഷ് പേപ്പറൊക്കെ പ്രോപ്പറായിട്ട് വായിക്കണം. ഹിന്ദു പോലുള്ള പത്രങ്ങളൊക്കെ അതിൻ്റെ എഡിറ്റോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ബുക്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ടെലിഗ്രാം ചാനലിൽ നിന്നോ മറ്റോ ലഭിക്കുന്നതൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഉത്തരം കണ്ടെത്തുമ്പോൾ തന്നെ ചോദ്യം ആദ്യം വായിച്ചിട്ട് വേണം പാസേജിലോട്ട് പോകാൻ. അപ്പോൾ ചോദ്യം ആദ്യം വായിച്ചിട്ട് പാസേജിലോട്ട് പോകുമ്പോൾ എന്താ ഗുണം? നമുക്കറിയാം എന്താണ് തപ്പേണ്ടതെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ പാസേജ് മാത്രം വായിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ചോദ്യം വായിക്കും. ചോദ്യം വായിച്ചിട്ട് അപ്പോഴായിരിക്കും നമ്മൾ എന്താ തപ്പേണ്ടതെന്ന് അറിയാൻ പോണം. ആദ്യം നമ്മൾ വെറുതെ ആയിരിക്കും പരതണം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം പലവിധ ഗവൺമെൻറ് എക്സാമുകളിലും ഇതേ പാറ്റേൺ ഉപയോഗിക്കുന്നുണ്ട്. PSC ആസ്പിരൻസിന് ഇത് പുതിയതായിരിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പ്രിസി റൈറ്റിങ്ങും എസ്സേ റൈറ്റിങ്ങും കോംപ്രഹെൻഷനൊക്കെ ഉള്ള ഒരു പരീക്ഷ വരുന്നത്. പല പരീക്ഷകൾക്കും ഇതേ ഫോർമാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഹെൽപ്പ് വേണം തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഡിഗ്രി ലെവലിലുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് മാത്രമാണ് ചോദിക്കണേ. നിങ്ങൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ MA ഇംഗ്ലീഷോ ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ക്വാളിഫിക്കേഷനായിട്ട്. അതുകൊണ്ട് തന്നെ അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു ഇംഗ്ലീഷിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അവബോധം. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതണമെങ്കിൽ അറിവുള്ളവനാണ്, കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാൻ പറ്റും. ഇപ്പോൾ പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അയ്യോ പക്ഷേ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ തന്നെ ചിലർക്ക് 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് വളരെ കുറവ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കോച്ചിങ് ഇല്ലാത്തതുകൊണ്ടല്ലേ 6 മാർക്ക് കിട്ടിയേ. ഞങ്ങൾക്കും കോച്ചിങ് ഇല്ലാണ്ടാവുമ്പോൾ വല്ല 6 മാർക്കിലൊക്കെ ഒതുങ്ങി പോവില്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവിന് എടുത്ത പണിയൊക്കെ വെറുതെ ആയി പോവില്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് എടുത്ത് അതേ ദിവസമാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒബ്ജക്റ്റീവിന് ഈ SSCക്കോ PSCക്കോ പഠിച്ച കഴിവിൽ അവൻ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരിക്കും. പക്ഷെ അവൻ അറിയില്ല ഇത് ക്ലിയർ ആവില്ല എന്ന്. കാരണം മുന്നത്തെ പേപ്പർ MCQ ആയിരുന്നു. അറിയാണ്ട് അവൻ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. പ്രിപ്പയർ ചെയ്യാണ്ട് വെറുതെ വന്ന് നോക്കുമ്പോൾ കോംപ്രഹെൻഷൻ എന്താ എഴുതണ്ടേന്ന് അറിയില്ല. കോംപ്രഹെൻഷന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എഴുതിയാൽ ഇവിടെ തന്നെ കിട്ടില്ലേ 20ൽ ഒരു 15ഓ 14ഓ മാർക്കൊക്കെ, അല്ലെങ്കിൽ ഒരു 10 മാർക്ക് മിനിമം. അവൻ ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരണേ. ഇപ്പോൾ എസ്സേ റൈറ്റിങ്ങിലാണെങ്കിലും എഴുതാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അവൻ വിചാരിക്കുന്നത് അവൻ ക്ലിയർ ചെയ്യില്ലെന്നാണ്. എന്തോ ഭാഗ്യത്തിന് MCQ സെറ്റായി. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ എന്താ അവന് 6 മാർക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അയ്യോ കോച്ചിങ് ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇതൊക്കെ ആയി പോവും, എനിക്കും 6 മാർക്കൊക്കെ ആയി പോവും എന്നുള്ളൊരു വിചാരം പാടില്ല. ഇവിടെ ആകെ നിങ്ങൾക്ക് വേണ്ടത് ഒരു റിവ്യൂ വേണം. പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ ആരെങ്കിലും വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിയർ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് പേര് കൂടിയിട്ട് ഇതിൻ്റെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പരസ്പരം ആൻസർ ഷീറ്റ്സ് കൈമാറി
പരസ്പരം ചെക്ക് ചെയ്യുക. ഇതൊക്കെ UPSC വരെ മെയിൻസ് പ്രിപ്പറേഷൻ, UPSC പരീക്ഷയിൽ വരെ മെയിൻസ് പ്രിപ്പറേഷനിൽ വരെ അവർ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ്. ഇതിന് പിയർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഒരു ഗൂഗിൾ ഫോം ഇടുന്നതാണ്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അനുസരിച്ച് നിങ്ങളെ പിയർ ഗ്രൂപ്പിലോട്ട് ഇടുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്യാം. ഇവിടെ നമ്മളെ ടാർഗറ്റ് പറഞ്ഞില്ല അല്ലേ? നമുക്കിവിടെ ഒരു മിനിമം ടാർഗറ്റ് ഒന്നുമില്ല. കാരണം നമ്മളിവിടെ മിനിമം അടിക്കാനല്ല ഇരിക്കുന്നത്. നമ്മളിവിടെ മാക്സിമം അടിക്കണം. 60 മാർക്കിൽ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യണം. 60 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടം ടോപ്പറിന് കിട്ടിയിട്ടുള്ള മാർക്ക് 43 മാർക്കാണ്. അപ്പം 43 മാർക്കായിരിക്കണം നമ്മളുടെ ടോപ്പ് ടാർഗറ്റ്. അപ്പം അതിലോട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കണം. ഇവിടെ നിങ്ങൾക്ക് പിയർ ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് അധ്യാപികയെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പരിചയമുള്ള ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പേപ്പറൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യിക്കാം. ടീച്ചറെ ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതൊന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ തീരെ മോശം ലെവലിലാണെങ്കിൽ അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കാരണം പലപ്പോഴും നമ്മളൊരു സഹായം ചോദിക്കണം. സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പലരും സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ്സ് നിങ്ങൾക്ക് കണ്ടെത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ അടുത്തൊരു ഇംഗ്ലീഷ് സ്കോളറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫീ ഒന്നും ആവില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ ചെന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളതും നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാനിരിക്കുന്നവരൊക്കെ ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമുള്ളവരോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന പരീക്ഷ അരച്ച് കലക്കി കുടിച്ചവരൊന്നും അല്ല. കാരണം 2016 പരീക്ഷ നടന്ന് പിന്നെ 2020 പിന്നെ 2022 പരീക്ഷ നടക്കണത്. അപ്പോൾ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഈ പരീക്ഷ നടക്കുന്നത്. പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ മാത്രമാണ് എല്ലാം പെർഫെക്റ്റ് എന്ന് വിചാരിക്കൊന്നും വേണ്ട. ഇവിടെ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താ? നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആ ഒരു ആശയങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടേതായിട്ടുള്ള ഗ്രാമറൊക്കെ സെറ്റ് ആയിരിക്കണം. ഇത് മാത്രം നിങ്ങൾ എൻഷുർ ചെയ്ത് പോയാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമിൽ തീർക്കണം. അതിനായിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഇന്റർവ്യൂ സ്റ്റേജ് ആണ്. ഇന്റർവ്യൂ സ്റ്റേജ് 10 മാർക്കിലാണ്. ഇവിടെ 10 മാർക്കിൽ നിങ്ങൾക്ക് മിനിമം 3.5 മാർക്ക് ഉണ്ടാവണം. നിങ്ങൾ അത്യാവശ്യം 3.5 മാർക്ക് നേടാനുള്ളൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. എല്ലാവർക്കും നേടാവുന്ന മാർക്ക് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് ഈ പിയർ ഗ്രൂപ്പുകൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും നിങ്ങൾ നല്ലൊരു മാർക്ക് നേടി ഷോർട്ട് ലിസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇന്റർവ്യൂവിനായിട്ട് പ്രാക്ടീസിനായിട്ട് പോവാം. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫ്രീ ആയിട്ട് വരെ കൊടുക്കാറുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും നേടിക്കഴിഞ്ഞു, ഇനി ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് സ്കോറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യത്തിൽ നിങ്ങളുടെ മുഖം വെക്കാം അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ടോപ്പ് മാർക്കായിട്ട് വരുന്നത് ഒരു 7.5 ഒക്കെയാണ് ടോപ്പേഴ്സ് നേടിയിട്ടുള്ള മാർക്കായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തന്നെ ടാർഗറ്റ് ആയിട്ട് വെക്കുക. ഇവിടെ കോച്ചിങ്ങും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവും സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബെഞ്ച് മാർക്കായിട്ട് പറഞ്ഞ മാർക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ മാർക്കിനോട് നിങ്ങൾ മാക്സിമം എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോച്ചിങ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്കൊരു ജോലി നേടാനും കഴിയും. ഇവിടെ കാശില്ല എന്നുള്ളൊരു വിഷയം കൊണ്ട് മാത്രം നിങ്ങൾ പിന്നോട്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഇത് നേടാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പിയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഗൂഗിൾ ഫോം ഇടുന്നതായിരിക്കും. അവിടെ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ഒരു വിധത്തിലും തടയാൻ കഴിയില്ല. അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.